പത്തനാപുരത്ത് നമ്മുടെ ഗണേശൻ സാറിൻ്റെ വിഷയം കേൾക്കുന്നത് കേട്ട് പലരും, എൻ്റെ സഹധർമ്മിണി ഉൾപ്പെടെയുള്ളവർ, ഇന്നലെയും ഇന്നുമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഒന്ന്, സാക്ഷാൽ ഗണേശൻജി ഇങ്ങനെയുള്ള ആളാണെന്ന് നന്നായി അറിഞ്ഞിട്ടല്ലേ ഈ ബന്ധത്തിന് തയ്യാറായത്? അദ്ദേഹം നല്ല ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അദ്ദേഹവും പറഞ്ഞോ? എന്തിനാണ് അവർ പോയി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായത് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഇന്നലെ ചോദിച്ചത്. ഇന്നിപ്പോൾ വാർത്ത എല്ലാം കോംപ്രമൈസ് ആക്കി, ക്ലോസപ്പ് ആക്കി, എല്ലാം റെഡിയായി, ഞാൻ വിട്ടുപോകുന്നില്ല, ഇപ്പോഴും കടുത്ത സ്നേഹമാണ് എനിക്ക് ഭർത്താവിനോട്, 5000 പേരുണ്ടെന്ന് കേട്ടപ്പോഴുണ്ടായ വേദനയിൽ ഞാൻ പ്രതികരിച്ചു പോയതാണ്, അത് ആത്മാർത്ഥതയുടെ ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ടൊക്കെ വാർത്തകൾ കണ്ടു. ഞാനത് ഒരുപാട് കാണാനൊന്നും പോയില്ല, അത് കാണുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. അപ്പോഴും ഇതേ ചോദ്യം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇവരെന്താ, ഇവരൊക്കെ സ്ത്രീകളാണോ? ഇവരൊക്കെ ഭാര്യമാരാണോ? ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. ഇത് പൊതുവിൽ ആളുകളോട് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുകയും കാണുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ അത് പറയാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നമ്മൾ പറയുന്ന ദരിദ്രൻ എന്ന് പറയുന്ന ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില സ്ഥാനചിഹ്നങ്ങളുണ്ട്. വളരെ കഷ്ടപ്പാട്, മാനസികമായി വളരെ പ്രയാസം, ദുഃഖത്തിൽ തളർന്ന് തകർന്ന് എന്നൊക്കെ പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ അനുബന്ധ ചിത്രങ്ങളാണ്. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത് കേവലം സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരുപാട് ഇട്ടുമൂടാൻ 2ഉം 3ഉം തലമുറയ്ക്കുള്ള സമ്പത്തുണ്ടായിട്ടും ദരിദ്രരായി കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എങ്ങനെയുള്ളവരാന്ന് വെച്ചാൽ, വൃദ്ധരായ ചിലർ, മക്കളും മരുമക്കളും എല്ലാം ഏതൊക്കെയോ നാടുകളിൽ, അവിടെയൊക്കെ നിന്ന് വല്ലപ്പോഴും വിളിക്കുന്നത് ഒഴിച്ചാൽ ഈ പറയുന്ന സാമീപ്യമോ അടുപ്പമോ എന്തിന് ഓണത്തിനും ഉത്സവങ്ങൾക്കും പോലും ഒന്നും അവരാരും ഇങ്ങോട്ട് വരാതെ എന്തിനോ വേണ്ടി അവർക്ക് പോലും വേണ്ടാത്ത സ്വത്തും മുതലും വകയും ഒക്കെ സൂക്ഷിച്ചു വെച്ച് പ്രാഞ്ചി നടന്ന് ഒരു ദിവസം അങ്ങ് മരിച്ചു പോകുന്നു. മരിക്കുമ്പോൾ 1-2 ദിവസത്തേക്ക് ഇവർ വരുന്നു, പിന്നെ അങ്ങ് പോകുന്നു, പിന്നെ അങ്ങനെ എന്തിനു വേണ്ടി എന്നറിയാതെ ജീവിക്കുന്ന കുറേ അതിസമ്പന്ന ദരിദ്ര വൃദ്ധന്മാരും വൃദ്ധകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ കാലത്തെ ഒരു കാഴ്ചയാണ്. രണ്ടാമത്, കുടുംബ ബന്ധങ്ങളിലേക്ക് വന്നാലുള്ള മറ്റൊരു കാഴ്ച എന്താണെന്നറിയോ? വളരെ പ്രകടനപരതയോടെ പലതും അവതരിപ്പിക്കുകയും അതിനൊരു പുലബന്ധം പോലും ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന കുറച്ച് ദമ്പതികളുണ്ട്. അതിനെ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഫിലിപ്പ് മമ്പാടും ഭാര്യയും പോലെ, നമ്മുടെ മാരിയോയും ജിജി മാരിയോയും പോലെ ഒക്കെ അവർ യഥാർത്ഥത്തിൽ അകത്തെങ്ങനെയാണോ അതിന് നേരെ ഘടകവിരുദ്ധമായി പ്രകടനത്തിൽ നേരെ തിരിച്ച് തോന്നിപ്പിക്കും വിധം വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ചു പോരുന്ന കുറേ ആളുകളുണ്ട്. പണ്ടൊക്കെ ഈ ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളിൽ കേന്ദ്രീകൃതമാണെങ്കിൽ ഇപ്പോൾ ദ്വന്ദ്വ വ്യക്തിത്വ കുടുംബം, ദ്വന്ദ്വ വ്യക്തിത്വ ദമ്പതികൾ എന്നൊക്കെ പറയുന്ന പുതിയ കാറ്റഗറികൾ രൂപപ്പെട്ടു പോയിട്ടുണ്ട്. അവർ ഈ പുറത്ത് പറയുന്നതും അകത്ത് നടക്കുന്നതുമായി ഒരു ബന്ധവുമില്ല. വേറൊരാളിനോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് 1 മണിക്കൂർ പോലും മാറി നിന്നിട്ടില്ല എന്ന് പ്രസ്താവന വരുന്നത്. പിന്നെ അകത്ത് കള്ളു കുടിച്ച് 2 പേരുടെ ഗുസ്തി പിടിച്ചിരിക്കുമ്പോഴാണ് ഈ സ്ക്രീനിന് മുന്നിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകാതെ എങ്ങനെ ജ്യൂസ് കുടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അത് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഇപ്പം നമ്മൾ ഈ ഗണേശൻ്റെ വിഷയത്തിലൊക്കെ കാണുന്ന ആളുകൾ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ പറയുമല്ലോ, ഓരോ വസ്തുവിന് ഭാരമുണ്ടാകുന്നതിന് ഈ ഗുരുത്വാകർഷണം ഒരു പ്രധാന ഘടകമാണെന്ന് പറയും. ആ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സർക്കിളിന് പുറത്തേക്ക് പോയാൽ നമ്മൾ ഭാരമില്ലാതായിത്തീരും എന്നാണ് പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഭൗമശാസ്ത്രജ്ഞരും ഫിസിസിസ്റ്റുകളും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വായിച്ചിട്ടുമുണ്ട്. എനിക്കൊന്നും അനുഭവമില്ല, നമ്മളാരും ഗുരുത്വാകർഷണ ബലത്തിന് പുറത്ത് പോയിട്ടില്ല, വെയ്റ്റ്ലെസ്സായി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് അനുഭവമുണ്ട് എങ്ങനെയാണ് ഈ ഗുരുത്വാകർഷണ ബലത്തിലേക്ക് ഈ താഴോട്ട് വരുമ്പോൾ നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ട് ഈ ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ തോന്നാറുണ്ടല്ലോ നമുക്കെല്ലാവർക്കും. അതുപോലെ ഈ വലിയ വീൽ അതിനകത്തൊക്കെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ മനുഷ്യരുടെ ജീവിതവും. ഒരു സവിശേഷമായ സാമൂഹിക കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു ഗുരുത്വാകർഷണ വലയത്തിന് പുറത്തോട്ട് പോയാൽ പിന്നെ ഇവരെല്ലാവരും അപ്പം താടിയിൽ ഉപ്പിട്ട് വെക്കുന്ന ചെപ്പടി വേല കാണാം എന്നൊക്കെ പറയത്തില്ലേ? ആ പാട്ടിലെ വരികൾ അനുസ്മരിപ്പിക്കും വിധമാണ് പിന്നെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു അപ്പൂപ്പൻ താടി പോലെ ചെപ്പടി വിദ്യകൾ നടത്തി ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോരുകയാണ്. ഇവരങ്ങനെ പറയും, ഇങ്ങനെ പറയും, അത് പറയും, ഇത് പറയും.
ഇതവരിൽ മാത്രമല്ല, ചില അതിജീവിതകളിൽ ഇതുപോലെയുള്ള സംഗതികൾ കാണാം. ചില വൈരുദ്ധ്യാത്മക ഭൗതികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ചില സംഗതികൾ കൊണ്ട് എന്തൊക്കെയോ ആണെന്ന് അവർക്ക് പോലും ബോധ്യമില്ലാത്ത നിലയിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്തിനോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ പേരിന് ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, മറ്റേതുണ്ട്, ബിസിനസ്സുണ്ട്, കച്ചവടമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവരാരും അവരല്ല. നമ്മുടെ സലീം കുമാർ പറയുന്ന പോലെ ഏതോ സിനിമയിൽ, അതായത് ഈ ഞാനല്ലെന്ന് പറയുമല്ലോ, യഥാർത്ഥ ഞാനിതല്ല, യഥാർത്ഥ ഞാൻ നല്ല വെളുത്ത ഒരാളായിരുന്നു, എന്നെ പ്രസവിച്ചപ്പോൾ അങ്ങ് എടുത്തുകൊണ്ട് പോയി, ഞാൻ യഥാർത്ഥ ഞാനല്ല, ഇത് വേറൊരു ഞാനാ, അതുകൊണ്ട് ഞാൻ കള്ളു കുടിച്ചങ്ങ് മരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ യഥാർത്ഥ ഞാനല്ലാതെ വേറൊരു ഞാനായി ജീവിക്കുന്ന ഒത്തിരി കാലത്ത് ഒത്തിരി മനുഷ്യരുടെ ഇടയിലൂടെയാണ് നമ്മളായി ജീവിക്കേണ്ടത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. 2-3 പ്രാവശ്യം കേട്ടാൽ ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവും.